ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുസ്തക വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ബെസ്റ്റ് സെല്ലർ ആയിട്ടുള്ള ഇക്കിഗ എന്ന പുസ്തകത്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഹെക്ടർ ഗാർഷ്യയും ഫ്രാൻസിസ് മിറാൽസും കൂടി ചേർന്ന് എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ് ഇക്കിഗ എന്ന് പറയുന്നത്. ജപ്പാൻകാരുടെ ദീർഘായുസ്സിൻ്റെയും സന്തോഷത്തിൻ്റെയും രഹസ്യങ്ങളാണ് ഇക്കിഗ വെളിപ്പെടുത്തുന്നത്. ഒരാൾ ജീവിതത്തിലെ ലക്ഷ്യം കണ്ടുപിടിക്കുക എന്ന ജാപ്പനീസ് കൺസെപ്റ്റിനെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ കാലം ജീവിക്കുന്ന ആളുകളുടെ ശീലങ്ങളും വിശ്വാസങ്ങളും ഒക്കെ വെച്ച് വിവരിക്കുന്ന ഒരു പുസ്തകമാണിത്. കേസ് സ്റ്റഡിയോടുകൂടി ജീവിതം എങ്ങനെ ഫുൾഫില്ല് ചെയ്യാമെന്നതിന് ഒരു പ്രാക്ടിക്കലായിട്ടുള്ളൊരു രീതിയാണ് ഈ പുസ്തകം കാണിച്ചു തരുന്നത്. സന്തോഷത്തോടു കൂടിയും ദീർഘായുസോടു കൂടിയും ജീവിക്കാനായിട്ട് വഴി കണ്ടെത്തിയിട്ടുള്ള ജപ്പാനിലെ ഒക്കിനാവയിൽ താമസിക്കുന്ന ആളുകളെ കുറിച്ചാണ് ഈ ഒരു പുസ്തകം പറയുന്നത്. അവരെങ്ങനെ ഇക്കിഗായ് കണ്ടെത്തി, ജീവിതത്തിൽ എപ്പോഴും എങ്ങനെയാണ് സജീവമായിട്ട് നിലനിൽക്കുന്നത്, ഇതിനെക്കുറിച്ചൊക്കെ ഇക്കിഗായ് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് സത്യത്തിൽ ഇക്കിഗായ് എന്ന് പറയുന്നത്? ജീവിക്കാൻ വേണ്ട ഒരു കാരണം, അല്ലെങ്കിൽ നമ്മൾ രാവിലെ കിടക്കയിൽ നിന്ന് നമുക്ക് എഴുന്നേൽക്കാനായിട്ടുള്ള ഒരു കാരണമായിട്ട് നമുക്ക് ഇക്കിഗായിനെ പറയാനായിട്ട് പറ്റും. നമ്മൾ ജീവിതത്തിൽ ഒരു ഇക്കിഗായ് കണ്ടെത്തുമ്പോഴാണ് ജീവിതം കൂടുതൽ മീനിങ് ആവുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങൾ ചുരുക്കി ഒരു 10 പോയിൻ്റായിട്ട് പറഞ്ഞു തരാം. ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കണ്ടെത്തുന്ന ഇക്കിഗായിലൂടെ എപ്പോഴും പ്രവർത്തന നിരതമായിരിക്കാൻ ഇതിൽ എഴുത്തുകാരൻ പറയുന്നുണ്ട്. അതായത് നമ്മൾ ജീവിതത്തിൽ എപ്പോഴും വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്നത് ദീർഘായുസ്സിന് കാരണമാകുമെന്നാണ് ജാപ്പനീസുകാർ വിശ്വസിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ജീവിതത്തിൽ എപ്പോഴും ധൃതി പിടിക്കാതെ കാര്യങ്ങൾ പതുക്കെ ചെയ്യുന്നതാണ്. അതായത് നമ്മൾ സമയമെടുത്ത് ജീവിതത്തിനെ ഓരോ കാര്യങ്ങളും എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് ചിന്തിച്ച് കൈകാര്യം ചെയ്യുമ്പോൾ അത് ജീവിതത്തിന് ഗുണപ്രദമാകുമെന്നാണ് ഇതിൽ പറയുന്നത്. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരിക്കലും പൂർണ്ണമായിട്ടും വയറ് നിറയ്ക്കരുതെന്നാണ് പറയുന്നത്. അതായത് ഒരു 80% മാത്രമാണ് നമ്മൾ കഴിക്കാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. നമ്മളൊരു 100% വയറ് നിറച്ച് കഴിഞ്ഞാൽ അത് നമുക്കൊരു ഷോർട്ട് ടേമിൽ നമ്മൾക്കൊരു സന്തോഷം തരുന്നതായിരിക്കും. എന്നാൽ ലോങ് ടേമിൽ നമുക്കൊരു 80% ഭക്ഷണം കഴിക്കുന്നതാണ് ഗുണം ചെയ്യുക എന്നാണ് ജാപ്പനീസുകാർ പറയുന്നത്. നാലാമതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നല്ല ആളുകളുമായിട്ട് എപ്പോഴും ജീവിതത്തിലൊരു സമ്പർക്കം പുലർത്തുന്നത് നല്ലതാണെന്ന് പറയുന്നുണ്ട്. അതായത് നല്ല ആളുകളുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കുന്നത് പോലും നമുക്ക് കൂടുതൽ സന്തോഷം കിട്ടുകയും അതുവഴി നമുക്കൊരു ദീർഘായുസ്സിനായിട്ടുള്ള കാരണമാവുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. വ്യായാമം ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് ഇതിൽ പറയുന്നുണ്ട്. വളരെ ബുദ്ധിമുട്ടി ചെയ്യേണ്ട എക്സസൈസ് അല്ലാതെ തന്നെ നമുക്ക് ഡെയിലി സിമ്പിളായി ചെയ്യാൻ കഴിയുന്ന എക്സസൈസിനെ കുറിച്ചും ഇതിൽ വിവരിക്കുന്നുണ്ട്. ആറാമതായിട്ട്, ചിരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു നല്ല കാര്യമാണെന്ന് പറയുന്നുണ്ട്. ചിരി ജീവിതത്തിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് അതിൽ പറയുന്നുണ്ട്. വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങൾ വരുമ്പോഴും നമ്മളതിനെ ഒരു സന്തോഷത്തോടു കൂടി അല്ലെങ്കിൽ ചിരിച്ചുകൊണ്ട് നേരിടുക എന്നതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഏഴാമതായിട്ട് പറയുന്നത്, പ്രകൃതിയുമായിട്ട് സമയം ചെലവിടുന്നത് നമ്മളുടെ മൂഡ് ഇമ്പ്രൂവ് ചെയ്യാനും ഓർമ്മശക്തിക്കും പിന്നെ പ്രൊഡക്ടിവിറ്റിക്കും നല്ലതായിരിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പ്രകൃതിയുമായിട്ട് നേച്ചറുമായിട്ട് കൂടുതൽ സമയം ചെലവിടാനാണ് എഴുത്തുകാരൻ പറയുന്നത്. പിന്നെ ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് നന്ദി ഉണ്ടാവുക എന്നത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമായിട്ട് പറയുന്നുണ്ട്. നമ്മുടെ കുടുംബത്തിനോടും നമ്മളുടെ സുഹൃത്തുക്കളോടും നന്ദി പറയുന്നതിനായി കുറച്ച് സമയം ചെലവിടാനും പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് ഫ്ലോയിനെ കുറിച്ചാണ്. അതായത് പാസ്റ്റിനെ കുറിച്ചോർത്ത് കുറ്റബോധപ്പെടാതെ ഫ്യൂച്ചറിനെ കുറിച്ചോർത്ത് ഭയപ്പെടാതെ ജീവിക്കാനാണ് പറയുന്നത്. അതായത് വർത്തമാനകാലത്തിൽ ജീവിക്കാനും അതിൽ ഏറ്റവും നല്ല നിമിഷങ്ങൾ നമ്മളോട് ഉണ്ടാക്കിയെടുക്കാനും പറയുന്നുണ്ട്. പാസ്റ്റിനെ കുറിച്ചും ഫ്യൂച്ചറിനെ കുറിച്ചും വേവലാതിപ്പെട്ടില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഇക്കിഗായിലേക്ക് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാൻ കഴിയുമെന്നും അതുവഴി കൂടുതൽ സന്തോഷവും ദീർഘായുസ്സും ഉണ്ടാകുമെന്നും പറയുന്നുണ്ട്. ഇനി 10ാമതായിട്ട് പറയാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ ഇക്കിഗായ് പിന്തുടരുക എന്നതാണത്. നമ്മുടെ പാഷൻ എന്താണെന്ന് തിരിച്ചറിയുകയും അതിലേക്ക് യാത്ര ചെയ്യുകയും വേണം. ഒരു ഇക്കിഗായ് ഉണ്ടാവുമ്പോൾ നമ്മൾ ജീവിതത്തിനൊരു ലക്ഷ്യം കിട്ടുകയും ജീവിതം കൂടുതൽ മീനിങ് ആവുകയും ചെയ്യുമെന്നാണ് എഴുത്തുകാരൻ പറയുന്നത്. ജാപ്പനീസ് ആളുകളും ഇത് തന്നെയാണ് വിശ്വസിക്കുന്നത്. നമ്മൾ ജീവിതത്തിൽ ഒരു ഇക്കിഗായ് കണ്ടുപിടിക്കുകയും ആ ഒരു ഇക്കിഗായ് നിറവേറ്റാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ആക്റ്റീവായിരിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് നമ്മൾക്ക് കൂടുതൽ സന്തോഷം കിട്ടാനും കൂടുതൽ ആയുസ് കിട്ടാനും കാരണമാകുന്നു. അപ്പോൾ ജീവിതത്തിൽ ഇതുവരെ ഇക്കിഗായ് കണ്ടുപിടിക്കാത്തവർക്ക് അവരുടെ മനസ്സിലേക്കുള്ളൊരു വഴി തുറക്കുകയാണ് ഈ പുസ്തകം ചെയ്യുന്നത്. വളരെ സന്തോഷം നിറഞ്ഞ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ജീവിതം കൊണ്ടുപോകാനും അതിനോടൊപ്പം ഒരു പ്രതിരോധ ശേഷി എങ്ങനെ വളർത്തിയെടുക്കാമെന്നും കൂടിയാണ് ഈ പുസ്തകം പറയുന്നത്.
സ്വന്തം ജീവിതത്തിൽ ഒരു ലക്ഷ്യം കണ്ടെത്താനോ അല്ലെങ്കിൽ കരിയറിൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകാനോ ആഗ്രഹിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണിത്. ദീർഘായുസ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്ന ഒരു പുസ്തകം കൂടിയാണ് ഇക്കിഗായ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുവരെ വായിച്ചിട്ടില്ലാത്തവർ വായിച്ചു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.